നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടോക്ക് ജി. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെ സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. കറക്റ്റ് ഇന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചതിൻ്റെ അന്ന് തന്നെ എനിക്ക് നല്ല കാറ്റുണ്ട് പുറത്ത്. എന്തായാലും പുറത്തിറങ്ങിയല്ലേ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇതാവും അറിയത്തില്ല, വീട്ടിൽ ചെന്ന് കേട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞ് ആലോചിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അവസാനം എന്തായാലും തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്കോ അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്തായാലും എന്നുള്ളൊരു ചിന്ത അന്ന് തോന്നരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങുക. 2 ദിവസം കഴിഞ്ഞ് പൂട്ടിപ്പോത്തല്ല, 2 ദിവസം കൊണ്ട് ആരും സപ്പോർട്ടില്ലാതെ സീനാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പൂട്ടിപ്പോവാം. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ വഴിയേ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്നും എന്തുകൊണ്ടാണെന്നെല്ലാം ഞാൻ വഴിയേ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജിതീഷ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിലാണ്. എല്ലാവർക്കും അറിയാം, വർക്കല നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോ എന്താണ്, ചില സാങ്കേതിക തകരാറാൽ എനിക്ക് വീഡിയോ നിർത്തുന്നത് കണ്ടന്റ് മറന്നുപോയി. കണ്ടന്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ എന്നെ പറ്റി കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയാന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ക്യാമറയുടെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് എന്തെങ്കിലും സംസാരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഭയങ്കരമായ സീനുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് സംസാരിക്കണമെന്ന് ക്യാമറയുടെ മുന്നോട്ട് വരുമ്പോൾ അറിയാം. അല്ലെങ്കിൽ കിടന്ന് ഒരാണ്ട് സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കത്തില്ല. ക്യാമറയുടെ മുന്നേ വന്നപ്പോഴത്തേക്ക് എത്തുമ്പോൾ വായിന്നൊന്നും വരുന്നില്ല. അപ്പൊ ഞാനിപ്പോ ബഹറിലാണുള്ളത്. ഇപ്പം ഇത് കണ്ട ബഹറിനാണെന്ന് മനസ്സിലാവൂലെങ്കിലും ബഹറിനാണുള്ളത്. ഞാൻ ജോലിക്കായിട്ട് വന്നിട്ട് ഇപ്പം കുറച്ച് മാസങ്ങളായി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ് എന്തുകൊണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാന്ന് പറഞ്ഞ് ആലോചിച്ചാണ്. ചാനൽ എന്തുകൊണ്ട് ഇപ്പൊ തന്നെ തുടങ്ങിക്കൂടാ, പിന്നെ നമുക്ക് സമയം കിട്ടിയെന്ന് പിന്നെ വരത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ സമയം ഉണ്ടെന്നല്ല, ഇപ്പൊ സമയം കണ്ടെത്തി നമുക്ക് എങ്ങനെയും ചെയ്യാം എന്നുള്ള സെറ്റപ്പാണ് ഞാൻ നോക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തെങ്കിലും കാണിക്കണം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എന്താണ് എന്റെ ചാനൽ, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. എന്ത് ചാനലാണ്? ടെക് ചാനലാണോ, ഗെയിമിംഗ് ചാനലാണോ, അതാണോ ഇതാണോ? ഞാൻ ഇതുവരെ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് കഴിയുന്ന എന്തും ഞാൻ ഇതിനകത്ത് കാണിക്കും. എനിക്ക് മാക്സിമം ഞാൻ വ്ളോഗിങ് പോലെ ചെയ്യാനാണ് എന്റെ പ്ലാൻ. എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ഇതിൽ കാണിക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് കഴിവുകളൊന്നുമില്ല. എല്ലാം ചെയ്യും. അതുപോലെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. പക്ഷെ മറ്റേ പ്രത്യേകിച്ച് കഴിവുകളില്ലെന്ന് മാത്രമേ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. ആദ്യത്തെ വീഡിയോ ആയിട്ട് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എന്താണ്, അപ്പൊ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ആദ്യത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് അടുത്ത എന്തെങ്കിലും കണ്ടന്റ് ഫുഡിങ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. എനിക്കാണെങ്കിൽ ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് പിറം പെരിക്കുന്നു. ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് വീഡിയോ സംസാരിക്കുന്ന സമയത്ത് പിറം പെരിക്കുന്നു. അതൊക്കെ മാറിക്കോളും, എല്ലാം സെറ്റ് ആവും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതും ഇതും എല്ലാം ചെയ്യുക. അപ്പോൾ ബൈ. അതെന്താണെന്നറിയാം, ഞാൻ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഒരാൾ നടന്നു പോയി. എനിക്കാണ് ഈ പറമ്പിരിക്കുന്നത്. ആള് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിരിക്കും എന്നറിയാല്ലേ. അപ്പൊ ആൾക്കാര് പോയി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിരിക്കും. കാർത്തിക് സൂര്യനെയൊക്കെ സമ്മതിക്കണം കേട്ടോ, അതിനെയൊക്കെ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക്. എനിക്കാണെങ്കിൽ 1 കിലോമീറ്ററിന്ന് ഒരുത്തം വരുന്ന കാണുമ്പോഴേ ഇവിടുന്ന് പറമ്പിരിക്കുന്നു. അവൻ ഇന്ന് വരുമല്ലോ. അവനൊക്കെ എയർപോർട്ടിന്റെ അകത്തും അവിടെ ഇവിടെ കാണിക്കും. പക്ഷെ അതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഒരാളും കൂടെ വേണം. അല്ലെ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ പിടിച്ച് കാണിക്കാൻ വലിയ പാടാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നും ഇല്ല എൻ്റെ അകത്ത്. ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമന്റ് ഇടുക. എന്താണ് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത്, തെറിയോ എന്താണെങ്കിലും കമന്റ് ഇട്ട് കാണിക്കുക. ഞാൻ റിപ്ലൈ ചെയ്യും. എന്ത് കമന്റ് തെറി വിളിച്ചാലും അതിന് തിരിച്ച് ഞാൻ തെറി വിളിക്കും. തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ തള്ളയ്ക്ക് വിളിക്കും. അപ്പൊ അങ്ങനെ എന്ത് വിളിച്ചാലും ഞാൻ റിപ്ലൈ തരും. അപ്പം
അപ്പൊ ശരി, അവ എല്ലാവർക്കും ബൈ. നമുക്ക് എല്ലാവർക്കും പിന്നെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ ഗൈസ്.